Hello, welcome back to Thara's Friday vlog. അപ്പോൾ ഇന്നത്തെ vlog എന്ന് പറയുന്നത് ശരിക്കും പാർട്ട് 2 ആണ് ട്ടോ. പാർട്ട് 1 ആരും കണ്ടില്ലെങ്കിൽ നേരെ പാർട്ട് 1 പോകാൻ കാണാം. പാർട്ട് 1 എന്താണെന്ന് വെച്ചാൽ ദുബായ് പെറ്റ്സ് മാർക്കറ്റിനെ കുറച്ച് ഭാഗങ്ങളായിരുന്നു. അപ്പോൾ കുറച്ചേ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഫുൾ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പെഷ്യലാണ്. കാരണം പപ്പീസ് വെറൈറ്റി ടൈപ്സ് ഓഫ് പപ്പീസും ബേർഡ്സിനെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോവാം. ഒരു മിനിറ്റ് പോണതിന് മുന്നേ ആരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നേരെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്തോളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ പപ്പീസും കേജിനുള്ളിലായിരുന്നു, ഗ്ലാസ് കേജിനുള്ളിലായിരുന്നു. കാരണം നമുക്ക് അത് അലൗഡ് അല്ല, പുറത്ത് ഇങ്ങനെ എടുക്കാനൊന്നും അലൗഡ് അല്ല. അപ്പോൾ അവർ പ്രത്യേകം അവിടെ എഴുതിയിട്ടുണ്ട്, ഡു നോട്ട് ടച്ച് ഓൺ ദി ഗ്ലാസ് ആൻഡ് ഡു നോട്ട് ടച്ച് ഓൺ ദി പപ്പി. അങ്ങനെയൊക്കെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഒന്നാമത് ഈ COVID-19 സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും ഇൻക്ലൂഡ് അല്ല, അത് പറ്റുന്നില്ല. അതുകൊണ്ട് എല്ലാം ഈ എന്താ പറയുക കേജിൻ്റെ ഉള്ളിലത്തെ ആട്ടോ കാണിക്കുന്നത്. പിന്നെ ചില പപ്പീസ് മാത്രം ഇങ്ങനെ പുറത്ത് അവരിങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്തിങ്ങനെ ടേംഡ് ആയിട്ടുള്ള ചിലതെണ്ണം ഉണ്ടല്ലോ, അപ്പോൾ അതിനെ മാത്രമേ അവർ പുറത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെയൊക്കെ നമ്മൾ പുറത്തിട്ടെല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട്. അല്ലാത്ത മാത്രമേ ഇങ്ങനെ ടേംഡ് ഒന്നും അല്ലാത്ത മാത്രമേ കൂടുതലുള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാൻ ബാക്കി.
ടോയ്സിനോട് കയ്യിലെടുക്കുന്ന ഒരു ഇതുണ്ട്. അവിടെ നിന്ന് ഞാൻ ഒരെണ്ണത്തിന് എടുത്താണ്. നമുക്ക് കയ്യിലൊക്കെ എടുത്താം. അപ്പോൾ ഒരെണ്ണം കിടക്കുന്ന നമുക്ക് ഞാൻ അവിടെ തന്നെ വെക്കുകയാണേ. എനിക്ക് ഇരിക്കാൻ പറ്റുന്ന ഞാൻ തിരിച്ചു കൊടുത്തു. നമുക്ക് കയ്യിലെടുക്കാനൊക്കെ പറ്റും. പിന്നെ അതേപോലെ അവിടെ ഒന്നും ചെയ്യില്ല.
ദുബായ് പെറ്റ്സ് മാർക്കറ്റിൻ്റെ അവിടെയാണ്. അപ്പോൾ ഇവിടെ ലോണൊക്കെ ഉണ്ട്, വലിയ ലോണൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെ കേട്ടോ. ഞാൻ കുറേ എൻജോയ് ചെയ്തു, കാരണം ടോട്ടോയ്സിനെ കയ്യിലെടുക്കാൻ പറ്റി, പിന്നെ അങ്ങനെ കുറേ ആനിമൽസിനെ കയ്യിലെടുക്കാൻ പറ്റി, നമുക്ക് ബേർഡ്സിന് അങ്ങനെ കുറേനെ പറ്റി. അപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് എൻജോയ് ചെയ്യണം. ഇന്നത്തെ വ്ളോഗ് അവസാനിക്കുകയാണെന്ന് എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വ്ളോഗ് ദുബായ് പെറ്റ്സ് മാർക്കറ്റിനെ കുറിച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.